ഹായ് നമസ്കാരം. വാൾട്ടറും പിള്ളേരും ഇതുവരെ എന്ത് നേടി അല്ലെങ്കിൽ എത്ര കളക്ഷൻ നേടി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഏകദേശം രണ്ടാഴ്ച പിന്നിട്ട് മൂന്നാമത്തെ വാരത്തിലേക്ക് സിനിമ കടന്നിരിക്കുകയാണ്. ഈ മൂന്നാം വാരത്തിൽ ചിത്രം എത്രത്തോളം കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. സ്വതവേ ഈ ചിത്രങ്ങൾക്കെല്ലാം സംഭവിക്കുന്ന കാര്യം തന്നെ ഡൗൺഫോൾസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ലോ കളക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റഡി കളക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ആഴ്ചയോട് കൂടി ഒരു പക്ഷേ ചിത്രം മലയാളക്കരയിൽ നിന്ന് മാറിപ്പോയേക്കാം. എങ്കിലും ഒരു പുതിയൊരു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൻ്റെ തമിഴ് ഡബ്ഡ് വെർഷൻ കഴിഞ്ഞ ദിവസം, അതായത് 6-ാം തീയതി റിലീസായിട്ടുണ്ട്. മാത്രമല്ല തെലുങ്ക് 13-ാം തീയതി റിലീസിന് ഒരുങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ചിന്താഗതികളാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ചത്താപ്പച്ച എന്ന അദ്വൈത് നായർ ചിത്രം ഇതൊരു വലിയ വിജയത്തിലേക്കാണ് മലയാള സിനിമയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. കാരണം 2026 തുടക്കത്തിൽ ഒരു ഹിറ്റ് സിനിമയില്ലാതിരിക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. 35 കോടിക്ക് മുകളിലുള്ള ഒരു തുക വെറും 12-13 ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് അറിയുന്നത്. ഈ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഏതായാലും ഒരു 40-ന് അടുത്തുള്ളൊരു കളക്ഷൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ. 40 കോടിയോളം ഈ ചിത്രം ഇതുവരെ നേടിയിട്ടുണ്ടാകാം എന്നുള്ള അനൗദ്യോഗിക കണക്കുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന പ്രകാരം 35.51 കോടി രൂപയാണ് ഇതുവരെ ചിത്രം നേടിയിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമ്പാക്റ്റ് നിലനിർത്തി വലിയ രീതിയിൽ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ 50 കോടിക്ക് മുകളിലുള്ള ചിത്രത്തിൻ്റെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പൊതുവെ ഒരു സമ്മിശ്ര പ്രതികരണം, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ച് വന്നത് ചിത്രത്തിലെ വലിയൊരു അടിയായിട്ടുണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ്. എങ്കിലും ഓവറോൾ ഈ ചിത്രത്തിന് മികച്ച ഒരു പ്രകടനം തന്നെയാണ് മറ്റുള്ളവർ കാഴ്ചവെച്ചിരിക്കുന്നത് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. ഒരു താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ഒരു പുതുമുഖമായിട്ടുള്ള സംവിധായകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് വലിയൊരു നേട്ടം തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിനൊരു മികച്ചൊരു ഹിറ്റ് തന്നെ സിനിമ നൽകി. ഇപ്പോൾ ചിത്രത്തിൻ്റെ കളക്ഷൻ പറഞ്ഞ പ്രകാരം 35 കോടി അല്ലെങ്കിൽ 35.51 കോടിയുള്ള കളക്ഷനാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. തമിഴിലെയും തെലുങ്കിലെയും കളക്ഷൻസ് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തമിഴിലെ കളക്ഷൻ എന്തായാലും ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇന്നലെയായിരുന്നു ചിത്രത്തിന് റിലീസ് എന്നാണ് അറിയുന്നത്. ഏതായാലും വലിയൊരു നേട്ടം തന്നെ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യത്തെ നാളുകളിൽ, ജനുവരിയിലെ ആദ്യത്തെ നാളുകളിൽ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. ഏതായാലും 2 ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്ന വലിയ കളക്ഷൻ അത് ആരും പ്രതീക്ഷിക്കത്തക്കതല്ല, അതിൽ കൂടുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു ചെറുകിട താരങ്ങളെ വെച്ച് ചെയ്ത സിനിമയാണെന്ന് ഓർക്കണം. അപ്പോൾ ഏതായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ